സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് ചിലതിനോട് അടിമയാവുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ചും അവ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ തെറ്റായി സ്വാധീനിക്കുന്നു എന്നതിൻ്റെ നേർചിത്രവും ഈ എഴുത്തുകളിൽ നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. കേരളം എങ്ങനെയാണ് ഒരു ലോട്ടറിയുടെ ഹോട്ട്സ്പോട്ട് ആയതെന്ന അന്വേഷണവും നമ്മുടെ ഭക്ഷണ സംസ്കാരവും മറ്റു ജീവികളിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ശീലവും വീടുകളുടെ ഭൂമിശാസ്ത്രവും ദേശീയതയുടെ ചരടുകളുമെല്ലാം അദ്ദേഹം കാലോചിതമായി ഈ പുസ്തകത്തിലൂടെ വിശകലനം ചെയ്യുന്നുണ്ട്. നമ്മളും നമുക്ക് ചുറ്റും മനുഷ്യബന്ധങ്ങളുടെ സ്വാഭാവികതയ്ക്ക് എത്രത്തോളം ഒരു ബന്ധത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് ആ എഴുത്തുകാരൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ എടുത്തു വെക്കുന്ന ഏടുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സംഭവത്തെയോ കാഴ്ചയെയോ അനുഭവത്തെയോ വേറിട്ട കണ്ണിലൂടെ വിശകലനം ചെയ്തു വരുന്ന രീതിയാണ് എഴുത്തിലെ ഏറ്റവും ആകർഷകമായ ഘടകം. ആ എഴുത്തിലെ കലർപ്പില്ലായ്മയാണ് വായനയെ ലളിതമാക്കുന്നത്. ആ എഴുത്തിലെല്ലാം അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകളും ജീവിതത്തിന് അദ്ദേഹം നൽകുന്ന നിർവചനവും നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. നല്ലൊരു സൗഹൃദത്തിന് അപ്പുറത്തേക്ക് അതിനും അപ്പുറത്തേക്ക് ഒരിക്കലും വലിച്ചുവെച്ച് ആ സൗഹൃദം നശിപ്പിക്കരുത് എന്ന് സജികുമാർ കാര്യകാരണ സഹിതം പ്രവാചക സ്വഭാവത്തോടെ പറയുമ്പോൾ ആ ചിന്തകളുടെ ശക്തി കൂടിയാണ് നമ്മൾ അറിയുന്നത്. ഈ കുറിപ്പുകൾക്കിടയിലെ ആത്മജ്ഞാനവും സ്വാതന്ത്ര്യവും എന്ന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശ്രീബുദ്ധനെ അടയാളപ്പെടുത്തുന്ന ആ വരികളിൽ കൃത്യമായും സജികുമാർ തന്റെ സങ്കല്പത്തിലെ ജീവിതത്തെക്കുറിച്ചും വരച്ചു കാട്ടുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഇന്നത്തെ പരമമായ ലക്ഷ്യം എന്നത് ഒരു പക്ഷിയെപ്പോലെ സ്വതന്ത്രമായി എല്ലായിടത്തും പറന്നു നടക്കാനും ഇഷ്ടമുള്ളിടത്ത് കൂടൊരുക്കാനുമുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച സിസ്റ്റത്തിനകത്ത് സാധ്യമല്ലല്ലോ, ബുദ്ധിമുട്ടാണോ എന്ന് അറിയുകയും ചെയ്യാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം കെട്ടുപാടുകളെയൊക്കെ മറികടന്നത് കൊണ്ടാണ് സിദ്ധാർത്ഥ ശ്രീബുദ്ധൻ എന്ന ഇതിഹാസ പുരുഷനായി മാറിയതും ഒരു ചരിത്ര പുരുഷനായി അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും അംഗീകരിക്കുന്നതും കൊണ്ടാടുന്നതും. അദ്ദേഹം ചരിത്രത്തിലെ ഇത്തരത്തിൽ ജീവിതം കൊണ്ട് അനശ്വരനായ ഏക രാജകുമാരനാണ്. ഇത്തരത്തിൽ സത്യസന്ധമായതും തീക്ഷണമായ അർത്ഥതലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുമായ ലളിതമായ എഴുത്തു തന്നെയാണ് ഈ പുസ്തകത്തെ അത്രയും മനോഹരമാക്കുന്നത്. സജികുമാറിന്റെ നമ്മളും നമുക്ക് ചുറ്റും നേർക്കാഴ്ചകളിലെ വീക്ഷണങ്ങളിൽ വായനക്കാരിലേക്ക് എത്തേണ്ടതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്.